സജു ദേവസ്യ കൂടിയുണ്ട് നമുക്കൊപ്പം എറണാകുളത്തെ വിശേഷങ്ങളുമായി. സജു, എറണാകുളത്തും ചില മണ്ഡലങ്ങളിൽ കീറാമുട്ടിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. വൈപ്പിനിൽ, അതേപോലെ കൊച്ചിയിലിപ്പോൾ ഷിയാസിന്റെ പേര് കൂടി പരിഗണിക്കുന്നുണ്ട്. പെരുമ്പാവൂരിൽ നേരത്തെ ഒരു ആലോചനയുണ്ടായിരുന്നു. പക്ഷേ പെരുമ്പാവൂർ ഇപ്പോൾ സജോ ഇപ്പോൾ പോയിരിക്കുന്നത് എൽദോസ് കുന്നപ്പള്ളിക്കാണ്. അങ്ങനെയാണെങ്കിൽ പെരുമ്പാവൂരിലേക്ക് ഷിയാസ് മത്സരിക്കാൻ സാധ്യതയില്ല. പിന്നെയുള്ള ഒരു സാധ്യതയുള്ളത് കൊച്ചിയാണ്. അവിടെയാണെങ്കിൽ ദീപ്തി മേരി വർഗീസുമുണ്ട്. എറണാകുളം ജില്ലയിലെ പല മണ്ഡലങ്ങളിലും പ്രതിസന്ധി ഉണ്ടോ സജോ? ഡോക്ടർ അരുൺകുമാർ, എറണാകുളം ജില്ല കോൺഗ്രസിന് വലിയ ആധിപത്യമുള്ള ജില്ലയാണ്. അവിടെ പക്ഷേ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യത്തിലുള്ള ആശയക്കുഴപ്പം ഇപ്പോഴും അതേപടി തുടരുന്നു. ഏറ്റവും പ്രധാനം കൊച്ചി തന്നെയാണ്. പെരുമ്പാവൂരിൽ ഷിയാസിനെ പരിഗണിച്ചിരുന്നു. പക്ഷേ ഒടുവിൽ എൽദോസ് കുന്നപ്പള്ളിക്ക് വേണ്ടിയും രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഒന്നിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അവിടെ എ ഗ്രൂപ്പിന്റെ ക്ലെയിം ഇപ്പോഴും അതേപടിയും അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ വരുമ്പോൾ കൊച്ചിയിലാണ് പിന്നെ പരിഗണിക്കാൻ ഉള്ളൊരു മണ്ഡലം മുഹമ്മദ് ഷിയാസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. വി ഡി സതീശന്റെ വളരെ വിശ്വസ്തനായ നേതാവാണ്. അദ്ദേഹം DCC അധ്യക്ഷൻ കൂടിയാണ്. പരിഗണിക്കപ്പെടും എന്ന വലിയ പ്രതീക്ഷ അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ട് താനും. അപ്പോൾ കൊച്ചി പരിഗണിക്കാം എന്ന് വന്നപ്പോൾ അവിടെ സാമുദായിക സമവാക്യത്തിന്റെ വലിയ പ്രശ്നം, ലത്തീൻ സഭ പറയുന്നു ലത്തീൻ വിഭാഗത്തിൽ നിന്നുള്ള ആളെ പരിഗണിക്കണം തുടങ്ങിയ പ്രശ്നങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ മുഹമ്മദ് ഷിയാസിന്റെയും ദീപ്തി മേരി വർഗീസിന്റെയും പേരുകളാണ് നിലവിൽ അവിടെ പ്രധാനമായും പരിഗണിക്കുന്നത്. എന്നാൽ ഡൊമിനിക് പ്രസന്റേഷൻ അദ്ദേഹത്തിന്റെ ക്ലെയിം കൃത്യമായി ഉന്നയിക്കുന്നുണ്ട്. അവിടെ തനിക്ക് അർഹതയുണ്ട് എന്ന് അദ്ദേഹം നേതാക്കളോട് പറഞ്ഞിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യമായി നിൽക്കുന്നു. അതേസമയം വൈപ്പിൻ സീറ്റും അവിടെയുണ്ട്. വൈപ്പിൻ സീറ്റിനെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മുൻ KPCC അധ്യക്ഷൻ AL ജേക്കബിന്റെ കൊച്ചുമകൻ കൂടിയായ മനു ജേക്കബിന്റെയും പേര് പരിഗണിക്കുന്നുണ്ട്. ടോണി ചെമ്മണി അവിടെ സജീവമായി സ്ഥാനാർത്ഥിനായി രംഗത്തുണ്ടായിരുന്നു. ഷാരോൺ പണക്കലിന്റെ പേരും പരിഗണിച്ചിരുന്നു. അങ്ങനെ പ്രമുഖ നേതാക്കളൊക്കെ അവിടെയും ഉണ്ട് താനും. അതൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ തൃപ്പൂണിത്തുറയുടെ കാര്യത്തിൽ നേരത്തെ K ബാബു പേര് നിർദ്ദേശിച്ചത് ദീപക് ജോയിയുടേതാണ്. പക്ഷേ അമ്പലപ്പുഴയിൽ ലിജുവിന് സാധ്യത ഇപ്പോൾ സാഹചര്യത്തിൽ നമുക്കറിയാം. K സുധാകരനെ പിന്തുണയ്ക്കുന്ന സാഹചര്യം G സുധാകരനെ പിന്തുണയ്ക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ലിജുവിന് സീറ്റില്ലാതെ വരും. അപ്പോൾ അദ്ദേഹത്തെ അങ്ങോട്ട് പരിഗണിക്കണം എന്ന ആവശ്യം പല നേതാക്കളും ഉന്നയിച്ചിട്ടുണ്ട്. ഇതിൽ തട്ടിയാണ്, അതായത് ഈ സമ്പൂർണ്ണമായ ഒരു അന്തിമമായ വ്യക്തതയുള്ള തീരുമാനം എടുക്കുന്നതിൽ നിന്ന് തടയുന്നത് ഇത്തരം പ്രാദേശിക സാഹചര്യങ്ങളാണ്. ഓക്കെ, സജുവാണ് വിവരങ്ങൾ നൽകിയത്.